ചേട്ടാ, ഈ മന്ത്രവാദവും അതിന് പിന്നിലുള്ള ഉപദ്രവങ്ങളൊക്കെ നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഈ വർഷം 2025 എന്നിട്ടും ഈ മന്ത്രവാദികൾക്കൊന്നും ഒരു വംശനാശവും സംഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഉം. ഇപ്പം ഇന്നലെ നമ്മുടെ കൊല്ലം ആയൂരിൽ നിന്ന് അത്തരമൊരു വാർത്തയാണ് പുറത്തു വന്നത്. എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? മന്ത്രവാദികൾക്ക് വംശനാശം സംഭവിച്ചില്ല എന്നുള്ളത് നന്നായി അങ്ങനെ പറഞ്ഞത്. മന്ത്രവാദമൊക്കെ പണ്ടേ ഉള്ളതാണല്ലോ. നേരത്തെ നമ്മൾ ഇരുന്നാണോ അത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ആണ്. ഉം. മന്ത്രവാദത്തിൻ്റെ ഒരു ചരിത്രമൊക്കെ ഉണ്ട്. അതിപ്പോൾ നമ്മൾ പറയണ്ട, നേരത്തെയൊക്കെ പറഞ്ഞതാണല്ലോ. ഈ ആളുകൾ സാധാരണഗതിയിൽ മാനസികമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആളുകളുടെ മനസ്സാണ്. അപ്പം ശരീരത്തിന് രോഗം വരുന്നത് പോലെ തന്നെ മനസ്സിനെയും രോഗം ബാധിക്കും. അത് ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് പോകും. ചിലപ്പോൾ അത് ഉം. ചെറിയ ചികിത്സ കൊണ്ടൊക്കെ മാറുന്ന, അല്ല ചികിത്സ തന്നെ വേണമെന്നുമില്ല, സ്വസ്ഥതയും സമാധാനവും കൊടുത്താൽ തന്നെ പകുതി മാറും. മാറും. അപ്പോൾ അത് വരുമ്പോൾ ചില ആളുകൾ, അത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുമുണ്ട്, അവരുടെ ധാരണ ഇത് ഏതോ സാത്താൻ ഈ ശരീരത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഉം. ദൈവത്തെ വിളിച്ചതുകൊണ്ടും കാര്യമില്ല. ദൈവത്തെ വിളിച്ചുകൊണ്ടും കാര്യമില്ല. അപ്പോൾ നേരെ ഇത് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലും. അയാൾക്കൊരു ഇരയെ കിട്ടി. അയാൾ ചില പൂജാകർമ്മങ്ങളും അതിന് വേണ്ട തുകയും ഒക്കെ പറയും. പലർക്കും അങ്ങനെ മരണം സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ അങ്ങനെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഈ മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ട് ചെല്ലുന്ന പല ആളുകൾ, അല്ലെങ്കിൽ ഇയാൾ ചികിത്സയ്ക്ക് മന്ത്രവാദം നടത്താൻ വേണ്ടി, അതൊരു ചികിത്സാ രീതിയൊന്നുമല്ല, പക്ഷേ മന്ത്രവാദം നടത്താൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ പിന്നെ അവിടുത്തെ ആളായിട്ട് അങ്ങ് കൂടുന്നു. കൊള്ളാം, നല്ല സെറ്റപ്പാണ്, സമയത്തിന് ഭക്ഷണമുണ്ട്, പണത്തിന് പണം. പിന്നെ ഈ സ്ത്രീ ആണെങ്കിൽ അവരെ ഓരോന്ന് പറഞ്ഞിട്ട് ദുരുപയോഗം ചെയ്യുക. അങ്ങനെ അവസാനം മരണം സംഭവിക്കും, കൊലപാതകമാവും. ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ ഒന്ന്. പക്ഷേ ചില സ്ത്രീകൾ അതിനെ എതിർക്കും. ഇവിടെ റജില ഗഫൂർ അതിനെ എതിർത്തു. ഭർത്താവ് സജീറിൻ്റെ വിശ്വാസം റജില ഗഫൂറിൻ്റെ ശരീരത്തിൽ സാത്താൻ കൂടിയിരിക്കുന്നു. അപ്പോൾ ഇത് പോവുകയല്ല, ഒഴിഞ്ഞു പോവുകയല്ല. പണ്ടൊരു സിനിമയ്ക്കകത്ത് ജഗതിയുടെ അടുത്ത് ചോദിക്കുന്ന പോലെ കളത്തിലിരുത്തിയിട്ട് ചോദിക്കും, പോകാവോ? അപ്പോൾ ജഗതി ചോദിക്കും, എങ്ങോട്ട്? ശരീരം വിട്ടു പോവാ, പാലായിലേക്ക് പോകാമെന്ന്. പുള്ളിയുടെ നാട് പാലായില എന്ന് പറഞ്ഞ പോലെ വടിയൊക്കെ എടുത്ത് വെച്ച് ആണല്ലോ ഉപദ്രവം. ഇയാൾ ഇത് പറഞ്ഞിട്ട് നേരത്തെയും വഴക്കാണ്, നിരന്തരം വഴക്കാണ്, മന്ത്രവാദത്തിന് പോകണം. അപ്പോൾ ആദ്യമൊന്നും ഈ റജില എതിർത്തില്ല. പിന്നീട് നിരന്തരം വഴക്കാകുകയും ഈ സാത്താനുണ്ട് എന്ന് പറഞ്ഞിട്ട് അഞ്ചൽ ഏറത്തുള്ള മന്ത്രവാദിയുണ്ട്. ഈ പുള്ളിക്ക് അങ്ങനെയാണ് വിശ്വാസം. ഓരോരുത്തർക്കും ഓരോ മന്ത്രവാദികളെ വിശ്വാസം. ചുമ്മാരുടെ അടുത്തെങ്കിലും ചെല്ലത്തില്ല. ഈ അതും കൂടെ പറഞ്ഞിട്ടത് പറയാം, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ പറയും അതിനിടയ്ക്ക് വേറൊരു കഥ പറയാം. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമായിപ്പോയി, എന്ത് ചെയ്യാനാ. ഏറത്തുള്ള മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുവച്ചു. അപ്പോൾ ഈ മന്ത്രവാദി എന്ത് ചെയ്തു? അയാളുടെ കയ്യിൽ സ്ഥിരമായി ചില തകിടും സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ആര് വന്നാലും ഈ തകിടും ഭസ്മമൊക്കെ കൊടുക്കും. ഈ തകിടും ഭസ്മമൊക്കെ കൊടുത്തു വിട്ടു. തകിടും ഭസ്മമൊക്കെ കൊടുത്തു വിട്ടിട്ട് ഈ ഒക്ടോബർ 29 അപ്പോൾ ഇതൊക്കെ കൊണ്ടു ചെന്നിട്ടും ഇവരത് ഈ തകിട് എടുത്ത് നമ്മളെ ശരീരത്ത് കെട്ടണം. ഇപ്പോൾ കല്യാണം നടക്കാതിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ആ പരസ്യം ഞാൻ എങ്ങും കാണുന്നില്ല. പണ്ടായിരിക്കും ഒരു 10 വർഷം മുമ്പൊക്കെ എല്ലായിടത്തും ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ കല്യാണം 10 ദിവസത്തിനുള്ളിൽ നടക്കും. അപ്പോൾ അതിനൊരു സംഭവം, ഒരു തകിട് ചരട് ഒക്കെ കിട്ടി തരും. അങ്ങനെ കുറേ ആളുകൾ പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കാശ് അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ഈ തകിട് കെട്ടാൻ കൂട്ടാക്കിയില്ല, ഭസ്മം ധരിക്കാനും കൂട്ടാക്കിയില്ല. അങ്ങനെ ഒക്ടോബർ 29 രാവിലെ 9 മണിക്ക് ഇവർ അടുക്കളയിൽ നിൽക്കുകയാണ്. അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇയാൾ ഭാര്യയെ സമീപിച്ചു. അപ്പം മീൻകറി വെട്ടി തിളയ്ക്കുകയാണ്. സമീപിച്ചിട്ട് പറഞ്ഞു, ഈ ഭസ്മവും ഈ തകിടുമൊക്കെ ധരിക്കുക. അത് കൊണ്ടുവന്നു. എന്നിട്ട് ധരിച്ചിട്ട് മുടിയൊക്കെ അഴിച്ച് മുറ്റത്ത് വന്നിരിക്കണം. ഇതാണ് സജീറിൻ്റെ ആവശ്യം. ഭാര്യ ഈ തകിടൊക്കെ ധരിച്ചിട്ട് മുറ്റത്ത് വന്നിരിക്കണം. അപ്പോൾ ഈ മന്ത്രവാദി പറഞ്ഞു വിടും. ചില ആളുകളുടെ അടുത്ത് പറയും നാണയം
₹1 നാണയം വെച്ചിട്ടോ നിങ്ങൾ വീടിൻ്റെ പിന്നെ പടിഞ്ഞാറോ തെക്കോ ഏതെങ്കിലും ഒരു വശം കുഴിച്ചിട്ട് ഉം. അവിടെ നിശബ്ദമായി ഇത് കുഴിച്ചിടണം. ഒന്നും മിണ്ടരുത്. ആ നാണയം എടുക്കുക. ഈ നാണയം പോകുന്ന വഴിക്ക് മിഠായി വാങ്ങിക്കാനൊന്നും എടുക്കരുത്. അതുകൊണ്ട് കുഴിച്ചിട്ട് അതോടുകൂടി പുരോഗതിയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവരെടുത്ത് പറഞ്ഞു ഇതൊക്കെ ധരിച്ച് മുറ്റം. അപ്പോൾ അവർ എതിർത്തു, പറ്റില്ല എന്ന് പറഞ്ഞു. നേരത്തെയൊക്കെ അവർ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പറഞ്ഞാലും ഒഴിഞ്ഞു മാറിപ്പോവുകയോ പ്രതികരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷേ ഈ അടുത്തായിട്ട് ഈ ശല്യം ഇങ്ങനെ വർദ്ധിച്ചപ്പോൾ അവർ പ്രതികരിക്കാൻ തുടങ്ങി. അവർ ഒരു സ്ത്രീയായി മാറി, അവർക്ക് നിക്കക്കള്ളി ഇല്ലാണ്ടായി. ഒക്കെ കള്ളിയില്ലാതായി. അപ്പോൾ അങ്ങനെ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ അതും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഇയാൾ നേരത്തെയും ഉപദ്രവം, ഇതിൻ്റെ പേരിൽ ഉപദ്രവമാണ്. കാരണം ശരീരത്ത് നോക്കുമ്പോൾ ഇയാൾ നോക്കുമ്പോൾ കാണുന്നത് റജീല അല്ലല്ലോ, സാത്താനെയാണ് കാണുന്നത്. നോക്കുമ്പോൾ ഭാര്യയല്ല, സാത്താൻ. അപ്പോൾ സാത്താൻ ഒഴിഞ്ഞു പോകണം. ഇത് തകിട് ധരിക്കണം, ഭസ്മം ധരിക്കണം, ഈ പറയുന്ന സാധനങ്ങളെല്ലാം ചെയ്താലേ ഈ സാത്താൻ പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഈ സാത്താൻ ശരീരത്ത് തന്നെ ഇരിക്കുകയല്ലേ. പേടിയായിപ്പോയി. സാത്താൻ എന്തെങ്കിലും ചെയ്താലോ മറ്റേ ഇല്ലേ നമ്മൾ പണ്ട് കഥ പറഞ്ഞ പോലെ ഇയാൾ പാമ്പായി ഭാര്യ മാറി രാത്രി ഒത്തുന്നൊക്കെ പറഞ്ഞ പോലെ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് വഴക്കായി, ഇതിനെ ചൊല്ലി വഴക്കായപ്പോൾ ഇയാൾ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരുന്ന മീൻകറി ഇവരുടെ ശരീരത്തിലേക്ക് എടുത്തെറിഞ്ഞു. ഇപ്പോൾ ഇവരെ മുഖത്തും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പൊള്ളലേറ്റു. അങ്ങനെ ഇവരെ നിലവിളി കേട്ടിട്ട് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഓടി വന്നിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആദ്യം അവിടെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ നടത്തിയെങ്കിലും അവിടെ കൊണ്ട് ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പറ്റില്ല എന്ന് പറയുമല്ലോ. അപ്പോൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ചടയമംഗലം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൂടോത്രം, മന്ത്രവാദം, കൂടോത്രം എന്ന് പറയും. കൂടോത്രം ചെയ്യുക, മുട്ടയ്ക്കകത്ത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും മുട്ടയൊക്കെ പുഴുങ്ങി വാങ്ങിച്ച് കഴിക്കരുത്. നമുക്ക് ഈ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളോട് വിരോധമുള്ള ആളുകൾ പിന്നെ അവരുമായിട്ട് നമ്മൾ കൂട്ടാവും. അപ്പോൾ നമ്മൾ അവരെ വീട്ടിൽ ചെല്ലും. അപ്പോൾ അവർ എന്തെങ്കിലും വെള്ളം തരും, പായസം തരും. ഇതൊക്കെ തരുമ്പോൾ ഒന്നും വാങ്ങിച്ച് കുടിക്കരുത്. പായസത്തിനോടൊക്കെ കൊതിയുണ്ടെങ്കിൽ പോലും. മന്ത്രവാദത്തെ ഞാൻ ചുമ്മാ പറഞ്ഞ ആളുകളുടെ ഒരു വിശ്വാസം അതാണ്. പണ്ട് ഞാനിതുപോലെ ഒന്ന് ഒരു വീട്ടിൽ നിന്ന് കുടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ കൂടെ വന്ന ആൾ പറഞ്ഞു, ശേ നീ എന്തിനാ കുടിച്ച്? ഞാൻ കുടിച്ചില്ലല്ലോ. അയ്യോ ഇതിനകത്ത് മറ്റേ കൂടോത്രം ചെയ്ത് തന്നിരിക്കുക, ആകെ കുഴപ്പമായി, നിൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് പറഞ്ഞ പുള്ളി. ഞാൻ നോക്കിയപ്പോൾ ഇത് കൊണ്ട് പുറത്തു പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇത് വാങ്ങിച്ചു പായസം, പുള്ളി പുറത്തു പോയിട്ട് പുള്ളി അവിടെ തട്ടിക്കളഞ്ഞിട്ട് ഇതിനകത്ത് മന്ത്രവാദം ഇവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ചില ആളുകളുണ്ട് ഈ മന്ത്രവാദത്തിന് വേണ്ടി ഇറങ്ങുന്ന ആളുകളുണ്ട്. ഇയാളെ പോലെ, ഈ സജീറിനെ പോലെയുള്ള ആളുകൾ എല്ലാ ദിവസവും എന്തെങ്കിലും കാശ് കിട്ടും. ചിലർക്ക് ലോട്ടറി എടുക്കുന്നതാണ് ക്രൈസ്, ലോട്ടറി എടുക്കും. അതുപോലെ ഈ ചില ആളുകൾ അപ്പുറത്തുള്ളവനെ നശിപ്പിക്കാൻ വേണ്ടി കൂടോത്രം. അപ്പം കുപ്പിക്കകത്ത് ഇത് ചെയ്യുക, മുട്ടയ്ക്കകത്ത് ചെയ്ത് പല പരിപാടിയുണ്ട്. കുപ്പിക്കകത്തൊക്കെ റോക്കറ്റ് പോലെ നമ്മൾ കൊണ്ട് റോക്കറ്റ് വിടാൻ വേണ്ടി കുപ്പിയിലാക്കി ഇങ്ങനെ വിടും. അതുപോലെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇയാൾ കൊടുക്കുന്നത്. ഈ മന്ത്രവാദി കുപ്പിക്കകത്ത് റെഡിയാക്കി കൊടുക്കും അവൻ്റെ വീട്ടിൻ്റെ ഇന്ന വശത്ത്. അല്ലെങ്കിൽ അവരാരും ഇല്ലാത്ത സമയത്ത് ആ പറമ്പിലിറങ്ങി കുഴിച്ചിടാൻ പറയും. അതിനകത്തൊക്കെ അങ്ങനെ ചില അന്ധവിശ്വാസങ്ങൾ ആളുകളുടെ മനസ്സിൽ കുടിയേറിയിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും മാനസികമായ അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇയാളുടെ ഒരു വിശ്വാസമാണ്. ഈ സദാനന്ദൻ്റെ സമയം എന്നുള്ളൊരു സിനിമയുണ്ട് ദിലീപിൻ്റെ, അതിനകത്ത് ഇതുപോലെയാണ്. അയാൾക്കെല്ലാം പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു മൃഗത്തെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് പ്രശ്നമാണ്. അപ്പോൾ ഓരോന്നിലും പുള്ളിക്ക് പ്രശ്നമാണ്. ഈ സിനിമാ രംഗത്തൊക്കെ അങ്ങനെയുണ്ട്. ഈ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരാളെ വർക്കിന് വിളിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജാതകമൊക്കെ നോക്കുമ്പോൾ പോരാ, കുഴപ്പമാണ്, അന്ന് അവനെ പറഞ്ഞു വിട്ടേരെ. കഴിവല്ല നോക്കുന്നത്, അവന് നിന്ന് കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് മൊത്തം മുടിഞ്ഞു പോകും, അങ്ങനെ പറഞ്ഞു വിട്ടേരെ. പണ്ട് സിനിമയിലും അങ്ങനെ ഉണ്ടായിരുന്നു. കോര എന്ന് പറഞ്ഞ്, കോരച്ചേട്ടൻ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. കോര ചീട്ടെടുക്കും. അപ്പോൾ ഡയറക്ടറും പ്രൊഡ്യൂസറും കോരയുടെ വീട്ടിൽ ചെല്ലും. 80കളിലാണ്. കോരയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആരെ അഭിനയിക്കുക, അതായത് ആരാണ് നായകൻ, ആരെയൊക്കെ വേണം, പ്രധാനമായിട്ടും നായകൻ ആരാകണം, അത് കോരയാണ് പറയുന്നത്. കോരയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ചീട്ടെടുക്കുമ്പോൾ മമ്മൂട്ടി. അങ്ങനെ മമ്മൂട്ടി ഒരുപാട് പടത്തിൽ അഭിനയിച്ചു. കോരയുടെ ചീട്ടിനകത്തെല്ലാം വരുന്ന മമ്മൂട്ടിയാണ്. അങ്ങനെ ചീട്ടെടുത്ത് അതിനകത്തെല്ലാം അദ്ദേഹത്തിന് കുറേ സിനിമകൾ അഭിനയിക്കാൻ പറ്റി. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ കോര പറയുന്നവരെയൊക്കെ വെച്ച് പടം ചെയ്ത് ആ ഒരു കാലഘട്ടത്തിലും പിന്നീട് മമ്മൂട്ടിയുടെ പടങ്ങൾ ആ 86-87 കാലഘട്ടത്തിൽ കുറേ സിനിമകൾ പരാജയപ്പെടുകയും, അതങ്ങനെ മോശമായിട്ട് പറയുന്നതല്ല, ഇപ്പോൾ കോര ആയതുകൊണ്ടൊന്നും അങ്ങനെയൊന്നും അല്ല, ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചില സിനിമകളൊക്കെ പരാജയപ്പെട്ടു പോയി. പിന്നീട് അതിനുശേഷമാണെന്ന് തോന്നുന്നു അന്ന് കോരയാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത്. പ്രൊഡ്യൂസറും ഡയറക്ടറും അല്ല, കോര പറയും
ആര് വേണം, കോരയുടെ ചീട്ട്, ആ ചീട്ടിൽ പേരുണ്ടോ, ശില്പ. ആ ശില്പ നായികയാകും. ശരി,